നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ കാലഘട്ടത്തിലെ ഒരു വലിയ പ്രശ്നത്തെക്കുറിച്ചാണ്. അതായത് ആരോഗ്യ പ്രതിസന്ധിയെക്കുറിച്ച്. എന്താണിതിന്റെ യഥാർത്ഥ സ്വഭാവം? ഇതിനെങ്ങനെ ഒരു പരിഹാരം കണ്ടെത്താം? നമുക്ക് ആഴത്തിലൊന്ന് നോക്കാം. ഈ ഒരു പ്രശ്നം ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് പണ്ടത്തെയും ഇന്നത്തെയും അവസ്ഥയൊന്ന് താരതമ്യം ചെയ്ത് നോക്കാം, അല്ലേ? ഒരു കാലത്ത് നമ്മുടെ പൂർവികർ അവർക്ക് 20-30 മൈലൊക്കെ നടക്കാനൊരു പ്രശ്നവുമില്ലായിരുന്നു. കഠിനമായ ജോലികൾ ചെയ്യും, എന്ത് കഴിച്ചാലും ദഹിക്കും. ഇനി ഇന്നത്തെ കാര്യം നോക്കിയാലോ? ചെറിയ ദൂരം പോകാൻ പോലും നമുക്ക് വണ്ടി വേണം, കായികാധ്വാനം പരമാവധി ഒഴിവാക്കും, പിന്നെ ദഹനപ്രശ്നങ്ങളാണെങ്കിൽ പറയുകയും വേണ്ട. ഇതൊരു വലിയ വിരോധാഭാസം തന്നെയല്ലേ? അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അല്ലേ? പണ്ടത്തേക്കാൾ എത്രയോ സമ്പത്തും ടെക്നോളജിയും സൗകര്യങ്ങളും ഒക്കെ നമുക്കിന്നുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ കൂട്ടത്തോടെ ആരോഗ്യം കുറഞ്ഞവരും ദുർബലരുമായി മാറുന്നത്? ഇതിന്റെ പിന്നിലെ കാരണം എന്താണെന്നാണ് നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത്. ഓക്കേ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നമ്മൾ ഈ വിഷയം എങ്ങനെയാണ് ചർച്ച ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. ആദ്യം പുരോഗതിയുടെ വിരോധാഭാസം, പിന്നെ തകർച്ചയുടെ നേർക്കാഴ്ച, കാരണങ്ങൾ, ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പരിമിതികൾ, പരിഹാരമാർഗം, അവസാനം ഒരു സംഗ്രഹം. ഇങ്ങനെയാണ് നമ്മൾ മുന്നോട്ടു പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ ഈ ആരോഗ്യ തകർച്ചയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ജീവനിശക്തി എന്ന് പറയുന്ന നമ്മുടെ ഉള്ളിലെ ആ ജീവന്റെ ഊർജ്ജം കുറയുമ്പോൾ അത് സമൂഹത്തിലെ ഓരോരുത്തരെയും എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് നോക്കാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ആരോഗ്യ തകർച്ച ആരെയും ഒഴിവാക്കുന്നില്ല എന്നുള്ളതാണ്. പുരുഷന്മാരെ നോക്കൂ, പണ്ട് കഠിനമായ കൃഷിപ്പണികൾ ചെയ്തിരുന്ന സ്ഥാനത്ത് ഇന്ന് ശാരീരികാധ്വാനം ഒഴിവാക്കാനുള്ള വഴികളാണ് തേടുന്നത്. സ്ത്രീകളുടെ കാര്യമോ? വീട്ടുജോലിയും പുറത്തെ പണിയും ഒരുപോലെ ചെയ്തിരുന്ന ആരോഗ്യത്തോടെയിരുന്ന സ്ത്രീകളിൽ ഇന്ന് വിളർച്ചയും ബലഹീനതയും സർവ്വസാധാരണമായിരിക്കുന്നു. ഇനി കുട്ടികളിലേക്ക് വന്നാലോ? ഏകദേശം 90% കുട്ടികൾക്കും ദഹനക്കേട് പോലുള്ള പ്രശ്നങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഇതൊക്കെ കാണിക്കുന്നത് ഈ പ്രശ്നം എത്രത്തോളം വ്യാപകമാണെന്നാണ്. അപ്പോൾ എന്താണിതിനെല്ലാം കാരണം? ഇതിൻ്റെയെല്ലാം കാതലെന്ന് പറയുന്നത് നമ്മുടെ ജീവനിശക്തി ക്ഷയിക്കുന്നതാണ്. എന്താണ് ഈ ജീവനിശക്തി? അത് നമ്മുടെ ഉള്ളിലെ ആ ജീവന്റെ ഊർജ്ജമാണ്. രോഗങ്ങളെ ചെറുക്കാനും നമുക്ക് കരുത്തു നൽകാനും സഹായിക്കുന്നൊരു സ്വാഭാവിക കവചം. അത് നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ ദുർബലരാകുന്നത്. അപ്പോൾ പ്രശ്നം സൗകര്യങ്ങളുടെ കുറവല്ല എന്ന് നമുക്ക് മനസ്സിലായി. പിന്നെന്താണ് യഥാർത്ഥ കാരണം? സത്യത്തിൽ നമ്മൾ സ്വയം വരുത്തിവെച്ച ചില വിഷങ്ങളാണ് നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നത്. എന്തൊക്കെയാണവ എന്ന് നമുക്ക് നോക്കാം. അതെ, നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന 3 പ്രധാനപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തത് നമ്മുടെ തെറ്റായ ആഹാരരീതി. രണ്ടാമത്തത് ലഹരിയുടെ വ്യാപകമായ ഉപയോഗം. മൂന്നാമത്തത് അനിയന്ത്രിതമായ ഇന്ദ്രിയഭോഗം. ഈ 3 കാര്യങ്ങളാണ് ഈ ആരോഗ്യ പ്രതിസന്ധിയുടെ മൂലകാരണങ്ങൾ. ആദ്യത്തെ വിഷം, അതായത് രുചിയുടെ വിഷത്തെക്കുറിച്ച് നോക്കാം. എപ്പോഴാണ് നമ്മൾ ഭക്ഷണത്തിന് പോഷകത്തേക്കാൾ രുചിക്ക് പ്രാധാന്യം നൽകാൻ തുടങ്ങിയത്, തന്നെ കാര്യങ്ങൾ മാറി. ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ 3/4 ഭാഗവും സത്യത്തിൽ ശരീരത്തിന് വേണ്ടാത്തതാണ്. ഈ ഫാസ്റ്റ് ഫുഡും ഹോട്ടൽ ഭക്ഷണവും പാക്കറ്റ് സ്നാക്സുമെല്ലാം നമ്മുടെ ദഹന വ്യവസ്ഥയെ പതിയെ നശിപ്പിക്കുകയാണ്. ശരിയായ സമയത്ത് ശരിയായ അളവിൽ വൃത്തിയായി ഭക്ഷണം കഴിക്കുക എന്ന അടിസ്ഥാന തത്വം പോലും നമ്മൾ മറന്നുപോയി. ഇനി രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരാം. ലഹരി. ഇതൊരു ശീലം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനത്തെ തന്നെ കാർന്നു തിന്നുന്ന ഒന്നാണ്. അത് നമ്മുടെ ആരോഗ്യം മാത്രമല്ല നശിപ്പിക്കുന്നത്, നമ്മുടെ സമ്പത്തും സ്വഭാവവും മനസ്സമാധാനവും എല്ലാം കൂടിയാണ് ഇല്ലാതാക്കുന്നത്. നമ്മൾ ലഹരി എന്ന് പറയുമ്പോൾ വലിയ മയക്കുമരുന്നുകളെക്കുറിച്ച് മാത്രമല്ല ചിന്തിക്കേണ്ടത്. പുകയില, അതിന്റെ ഏത് രൂപത്തിലായാലും ഇന്ന് ഏറ്റവും വ്യാപകമായൊരു ലഹരിയാണ്. ഇത് നമ്മുടെ ആയുസ് കുറയ്ക്കുന്നു. ഏകദേശം 1/3 രോഗങ്ങൾക്കും കാരണം ഈ പുകയിലയാണ്. അത്രയ്ക്ക് ഭീകരമാണ് അതിന്റെ സ്വാധീനം. മൂന്നാമത്തെ കാരണം അനിയന്ത്രിതമായ ഇന്ദ്രിയ സുഖങ്ങളാണ്. ഇത് നമ്മുടെ ജീവനിശക്തിയെ, അതായത് ആ ജീവന്റെ ഊർജ്ജത്തെ നേരിട്ട് ചോർത്തിക്കളയുന്നു. ഇതിന്റെ പരിഹാരമായിട്ടാണ് ബ്രഹ്മചര്യം എന്ന ആശയത്തെക്കുറിച്ച് പറയുന്നത്. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ കേവലം ശാരീരികമായ നിയന്ത്രണം മാത്രമല്ല, നമ്മുടെ ജീവശക്തിയെ സംരക്ഷിക്കുക എന്നതാണ്. ശാരീരികവും മാനസികവും ആത്മീയവുമായ എല്ലാ കരുത്തിൻ്റെയും അടിസ്ഥാനം ഈ ഊർജ്ജ സംരക്ഷണമാണ്. ശരി, അപ്പോൾ നിങ്ങൾക്ക് തോന്നാം, നമുക്കിന്ന് ഇത്രയധികം ആശുപത്രികളും മരുന്നുകളുമൊക്കെയില്ലേ, പിന്നെന്താ പ്രശ്നമെന്ന്. പക്ഷേ ആധുനിക വൈദ്യശാസ്ത്രത്തിന് അതിൻ്റേതായ പരിമിതികളുണ്ട്. രോഗലക്ഷണങ്ങളെ ചികിത്സിക്കുന്നതുകൊണ്ട് മാത്രം യഥാർത്ഥ പ്രശ്നം തീരുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് ചിന്തിച്ചു നോക്കൂ. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ആശുപത്രികളുടെയും ഡോക്ടർമാരുടെയും മരുന്നുകളുടെയും ഒക്കെ എണ്ണം എത്രമാത്രം വർദ്ധിച്ചിട്ടുണ്ട്. വൈദ്യശാസ്ത്രരംഗത്ത് വലിയൊരു വളർച്ച തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇത്രയൊക്കെ സൗകര്യങ്ങൾ കൂടിയിട്ടും നമ്മുടെ എല്ലാം ആരോഗ്യം മെച്ചപ്പെട്ടോ? ഇല്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ പൊതുവായ ആരോഗ്യം വീണ്ടും താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊരു വിരോധാഭാസമാണിത്. ഇന്ന്
ചില അസുഖങ്ങൾ ഒരു ഫാഷൻ പോലെയായി മാറിയിരിക്കുകയാണ് അല്ലേ? ദഹനക്കേട് അത് 90% ആളുകൾക്കുമുണ്ട്. പിന്നെ വിട്ടുമാറാത്ത ക്ഷീണം, ഉറക്കമില്ലായ്മ, തലവേദന, ശരീരവേദന, പ്രമേഹവും പ്രഷറുമൊക്കെ ഇപ്പോൾ സാധാരണ കാര്യങ്ങളായി. നമ്മുടെ ശരീരം ദുർബലമായതുകൊണ്ടാണ് ഈ രോഗങ്ങളെല്ലാം ഇത്ര വ്യാപകമായത്. അപ്പോൾ മരുന്നുകൾ മാത്രമല്ല ഇതിനുള്ള പരിഹാരം എന്ന് വ്യക്തമാണല്ലോ. അങ്ങനെയെങ്കിൽ എന്താണ് യഥാർത്ഥ വീണ്ടെടുക്കലിലേക്കുള്ള പാത? പരിഹാരം ഏതെങ്കിലും ഒരു ഗുളികയിലല്ല, മറിച്ച് നമ്മുടെ ചിന്തയിലും നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിലും ഒരു വിപ്ലവം കൊണ്ടുവരുന്നതിലാണ്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ പ്രശ്നത്തിന്റെ കാരണം ശാരീരികമോ സ്വാഭാവികമോ അല്ല, അത് നമ്മുടെ ചിന്തയിലുണ്ടായ ഒരു തകരാറാണ്. നമ്മൾ തലതിരിഞ്ഞ് ചിന്തിക്കാനും മനസ്സിലാക്കാനും പ്രവർത്തിക്കാനും തുടങ്ങിയതാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. അതായത് പ്രശ്നം പുറത്തല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ചിന്തയെ മാറ്റിയെടുക്കുന്നത്? അതിന് നമ്മൾ ജീവിക്കുന്ന സാഹചര്യം തന്നെ മാറ്റണം. അതിനുള്ളൊരു കുറിപ്പടിയാണിത്. ഒന്നാമതായി സത്സാഹിത്യം അഥവാ നല്ല പുസ്തകങ്ങളും അറിവുകളും. അത് നമ്മുടെ ചിന്തകളെ ശുദ്ധീകരിക്കും. രണ്ടാമത് ആത്മീയമായ പ്രഭാഷണങ്ങൾ കേൾക്കുക. അത് നമ്മുടെ മൂല്യങ്ങളെ ശക്തിപ്പെടുത്തും. മൂന്നാമതായി ഭക്തിപരമായ ഒത്തുചേരലുകൾ. അത് നമുക്ക് പിന്തുണ നൽകുന്ന ഒരു നല്ല സമൂഹം കെട്ടിപ്പടുക്കാൻ സഹായിക്കും. ചുരുക്കത്തിൽ നല്ലൊരു ചിന്താപരമായ അന്തരീക്ഷം നമ്മൾ സൃഷ്ടിച്ചെടുക്കണം. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, നമ്മളെയും നമ്മുടെ സമൂഹത്തെയും സുഖപ്പെടുത്താനുള്ള ശക്തി മറ്റെവിടെയുമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ദൈനംദിന തിരഞ്ഞെടുപ്പുകളിലാണ്. ചോദ്യമിതാണ്, നിങ്ങൾ എവിടെ നിന്ന് തുടങ്ങും? നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്ത കാര്യങ്ങൾ യുഗഋഷി പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യജി എഴുതിയ സ്വാസ്ഥ്യ സംകട്ട് കാ സ്വരൂപ് ഓർ സമാധാൻ എന്ന ഹിന്ദി പുസ്തകത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ പുസ്തകം തീർച്ചയായും ഒരു മുതൽക്കൂട്ടായിരിക്കും.